തമിഴ്നാട് നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് റെക്കോർഡ് പോളിംഗോടെ പൂർത്തിയായി. 234 മണ്ഡലങ്ങളിലായി നടന്ന പോരാട്ടത്തിൽ 85% വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. DMK, AIADMK മുന്നണികൾക്കൊപ്പം നടൻ വിജയുടെ തമിഴ് വെട്രി കഴകം കൂടി മത്സരരംഗത്തുള്ളതിനാൽ ഇത്തവണത്തെ ജനവിധി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അതീവ പ്രാധാന്യത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി 17ാം നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. സംസ്ഥാനത്തെ 234 മണ്ഡലങ്ങളിലും നടന്ന ഒറ്റഘട്ട തെരഞ്ഞെടുപ്പിൽ ആവേശകരമായ പങ്കാളിത്തമാണ് വോട്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രാഥമിക കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏകദേശം 85%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണി വരെ നീണ്ടുനിന്നു. കനത്ത ചൂടിനെ അവഗണിച്ചും അതിരാവിലെ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് ദൃശ്യമായത്. 5 കോടിയിലധികം വോട്ടർമാരാണ് ഇത്തവണ ജനവിധി നിശ്ചയിക്കുന്നത്. ഇതിൽ 14 ലക്ഷത്തിലധികം പേർ കന്നി വോട്ടർമാരാണ്. DMK നേതൃത്വം നൽകുന്ന സെക്യുലർ പ്രോഗ്രസീവ് അലയൻസും AIADMK നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും തമ്മിലായിരുന്നു പ്രധാന മത്സരം. എന്നാൽ തമിഴ് സിനിമാ താരം വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകം കന്നി അംഗത്തിനിറങ്ങിയത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കി. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, എടപ്പാടി പളനിസ്വാമി, വിജയ് തുടങ്ങിയ രാഷ്ട്രീയ പ്രമുഖരും രജനീകാന്ത്, കമൽഹാസൻ, അജിത്, സൂര്യ തുടങ്ങിയ സിനിമാ താരങ്ങളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. ഒരു പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഗോൾഡ് കോയിൻ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം. പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൈനിറയെ സമ്മാനങ്ങളും. ഈ ഓഫർ ഏപ്രിൽ 10 മുതൽ 20 വരെ. സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഇപ്പോൾ പള്ളുരുത്തിയിലും.